ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇൻ മലയാളം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ പദങ്ങൾ, പദപ്രയോഗങ്ങൾ, ഉച്ചാരണം, നിത്യേന വരുത്തുന്ന തെറ്റുകൾ, ഒരേ പദത്തിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ, ഒരേപോലെയുള്ള ലുക്കലൈക്ക് പദങ്ങളുടെ അർത്ഥങ്ങൾ, മലയാളം പഴഞ്ചൊല്ലുകൾ ഇംഗ്ലീഷിൽ എന്നിവയായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാന പോയിന്റുകൾ. ട്യൂഷൻ ഫീയായി ഒരേ ഒരു കാര്യം, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. മനുഷ്യ ജീവിതത്തിൽ സമയത്തിൻ്റെ പ്രാധാന്യം എത്രയെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. ആയതുകൊണ്ട് സമയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് നോക്കാം. 1. 12 o'clock, പകൽ 12 മണി, രാത്രി 12 മണി. പകൽ 12 മണിക്ക് ചിലർ 12 PM എന്നും രാത്രി 12 മണിക്ക് ചിലർ 12 AM എന്നും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. പകൽ 12 മണി നൂൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. രാത്രി 12 മണി മിഡ് നൈറ്റ് എന്നും. നൂൺ എന്ന പ്രയോഗത്തിന് മുമ്പായിട്ടും മിഡ് നൈറ്റ് എന്ന പ്രയോഗത്തിന് മുമ്പായിട്ടും 12 എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന്, My train is at noon. My train is at midnight. 2. നിത്യേന വരുത്തുന്ന ചില തെറ്റുകൾ. ഉദാഹരണത്തിന്, ടുഡേ മോർണിംഗ്, ടുഡേ നൈറ്റ് ആൻഡ് യെസ്റ്റർഡേ നൈറ്റ്. ഇത് മൂന്നും തെറ്റാണ്. ടുഡേ മോർണിംഗ് എന്നതിന് പകരം ദിസ് മോർണിംഗ് എന്ന് ഉപയോഗിക്കണം. ടുഡേ നൈറ്റ് ബിക്കംസ് ടു നൈറ്റ്. യെസ്റ്റർഡേ നൈറ്റ് ഈസ് ലാസ്റ്റ് നൈറ്റ്. ടുഡേ മോർണിംഗ് ദിസ് മോർണിംഗ്, ടുഡേ നൈറ്റ് ടു നൈറ്റ് ആൻഡ് യെസ്റ്റർഡേ നൈറ്റ് ലാസ്റ്റ് നൈറ്റ്. 3. ഓൺ ടൈം ആൻഡ് ഇൻ ടൈം. ഇതിലേതാണ് ശരി? രണ്ടും ശരിയാണ്, എന്നാൽ രണ്ടിനും രണ്ട് വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഉദാഹരണത്തിന്, ട്രെയിൻ സ്റ്റേഷനിൽ എത്തേണ്ട ഷെഡ്യൂൾഡ് ടൈം 10 മണി ആണെന്നിരിക്കട്ടെ. സൂക്ഷം 10 മണിക്ക് തന്നെ ട്രെയിൻ എത്തിയെങ്കിൽ ദ ട്രെയിൻ ഈസ് ഓൺ ടൈം. അതല്ല, ട്രെയിൻ 5 മിനിറ്റ് നേരത്തെയാണ് എത്തിയതെങ്കിൽ ദ ട്രെയിൻ ഈസ് ഇൻ ടൈം. ഇൻ ടൈം മറ്റൊരു സന്ദർഭത്തിലും ഉപയോഗിക്കാം. Though my train was late by 2 hours, I reached home in time for lunch. 2 മണിക്കൂർ വൈകിയാണ് ട്രെയിൻ എത്തിയതെങ്കിലും ഞാൻ ഉച്ചയൂണിന് മുമ്പായി വീട്ടിൽ എത്തിച്ചേർന്നു. അടുത്തത്, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇറ്റ്സ് ടൈം ആൻഡ് ഇറ്റ്സ് ഹൈ ടൈം. ഇറ്റ്സ് ടൈം സമയമായി, ഇറ്റ്സ് ഹൈ ടൈം സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ രണ്ട് പ്രയോഗങ്ങളിലും തുടർന്ന് വരുന്ന ക്രിയ പാസ്റ്റ് ടെൻസ് ആയിരിക്കും, ഭൂതകാലം. ഉദാഹരണത്തിന്, ഇറ്റ്സ് ടൈം I met my brother. It's high time I met my brother. എൻ്റെ സഹോദരനെ സന്ദർശിക്കാനുള്ള സമയമായി, എൻ്റെ സഹോദരനെ സന്ദർശിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അവസാനമായി മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ല് ഇംഗ്ലീഷിൽ. പുത്തനച്ചി പുരപ്പുറവും തൂക്കും, ന്യൂ ബ്രൂം സ്വീപ്സ് ക്ലീൻ. ബ്രൂം എന്ന് പറഞ്ഞാൽ ചൂല്,
ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. തമ്മിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ.